ആഹാ, ഇനി പൈസ കൊടുത്ത് ജാം മേടിക്കേണ്ട ഒരു കാര്യമില്ല. മിസ്റ്റർ മേസിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ജാം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, മുന്തിരി ജാം. അപ്പം പ്രിസർവേറ്റീവ്സ് ഒട്ടും ചേർക്കാത്തതും ടേസ്റ്റ് കൂടിയതും ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള ഒരു ജാം റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഇതിന് വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വെറും 4 സാധനം ആവശ്യമായിട്ടുള്ളൂ. 1/2 കിലോ മുന്തിരി, 1 കപ്പ് പഞ്ചസാര, കോൺഫ്ലോർ, ഉപ്പ്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി കുട്ടകത്തിലൊരു പാത്രം വെച്ച് കൊടുക്കാം. ഇതിനകത്തായിട്ട് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി നമുക്ക് ആവിയിൽ വേണം വേവിച്ചെടുക്കാൻ. നമുക്കിനി ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. തീയ 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കതൊന്ന് ചൂടാറാൻ വെച്ചേക്കാം. അപ്പോൾ ചൂട് പോയിട്ടുണ്ട്. നമുക്ക് മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് അരിച്ചെടുക്കാം. അപ്പോൾ ഈ അരച്ച് വെച്ച ജ്യൂസ് നമുക്ക് കുക്ക് ചെയ്യാൻ പോകുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ്, 2 സ്പൂൺ കോൺഫ്ലോറിലേക്ക് നമ്മുടെ മുന്തിരി ജ്യൂസ് ശകലം ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് നമുക്ക് ജ്യൂസിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. അപ്പോൾ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ കോൺഫ്ലോർ ഒഴിച്ചുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യത ഉണ്ടാകുന്നുണ്ട്. ഇളകിക്കൊണ്ടിരിക്കുക. തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നമുക്കത് നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക, ഇറത്തരുത്. അപ്പോൾ നല്ലോണം കുറുകിയിട്ടുണ്ട്. വീടുന്ന സ്റ്റൈലുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കുറുകിയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് ചെറുതായിട്ട് വിട്ടിളവും.
അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അത് ചൂട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കട്ടിയായിട്ട് വരുന്നുണ്ട്. നല്ല കുറച്ചുകൂടെ കഴിഞ്ഞാൽ കറക്റ്റ് ജാമിൻ്റെ അതേ പരുവായിട്ട് വരും. നമ്മുടെ ജാം നല്ലോണം തണുത്തിട്ടുണ്ട്, നല്ല കട്ടിയായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കുപ്പിയിലോട്ട് മാറ്റാം. ആഹാ, ഇനി പൈസ കൊടുത്ത് ജാം മേടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ജാമിനെയും കാലും ടേസ്റ്റാണ്. കൂടാതെ നമ്മൾ ഒരു പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടില്ല, കളർ ചേർത്തിട്ടില്ല, ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ബൈ.